ഹായ്, സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കല്ല അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ വിഷമിച്ച് തളർന്നിരുന്നാൽ വീണ്ടും വീണ്ടും അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലുണ്ടായ ചില നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അതിൽ നിന്നൊന്ന് റിക്കവർ ആവാനായിട്ട്, കവർ ചെയ്യാനായിട്ട്, പോസിറ്റിവിറ്റിയിലോട്ട് വരാനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്ത, ഞാൻ ഫോളോ ചെയ്ത കുറച്ച് റുട്ടീൻസാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ മിക്കവരും ഫോളോ ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ അത് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം ഞാൻ അതൊക്കെ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത്, നമ്മൾ അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എങ്കിലും രാവിലെ ഉണരുക എന്നുള്ളതാണ്. നമ്മൾ പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പെൺകുട്ടികളായാലും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉണരണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് അത് നമ്മൾ അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടങ്ങ് നമ്മൾ പുച്ഛിച്ച് തള്ളാറുണ്ടല്ലേ. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ വില നമുക്ക് പിന്നീട് ജീവിതത്തിൽ നമുക്കത് ഉറപ്പായിട്ടും മനസ്സിലാവും. പെൺകുട്ടികളെന്നല്ല, ആൺകുട്ടികളായാലും ശരി തന്നെ രാവിലെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഒന്ന് ഉണർന്നു നോക്കൂ. അങ്ങനെ ഉണർന്നിട്ടുള്ളവരെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുമല്ലേ, ആ ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത്യാവശ്യം ഒരു 3:30 ഒരു 4 മണിക്ക് മുന്നേയൊക്കെ എഴുന്നേൽക്കാനായിട്ട് കഴിഞ്ഞാൽ നല്ലത്. അത് ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എങ്കിലും ഒരു 5-5:30 മണിക്കെങ്കിലും നിങ്ങൾ ഒന്ന് ഉണരാനായിട്ട് ശ്രമിക്കുക. ഉണർന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു 10-15 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. കുളിക്കുന്നവർക്ക് കുളിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല, ഓരോരുത്തരുടെയും ശാരീരികമായിട്ടുള്ള അവസ്ഥ പോലെ ഇരിക്കും. അത് കുളിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് ദിവസത്തെ ഒരു പാടേ ഉള്ളൂ. നമ്മളൊരു 1-2 ആഴ്ച നമ്മളിതൊന്ന് കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ പിന്നെ നമുക്കത് ശീലമാവും. പിന്നെ നമുക്കത് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാവും. ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഫ്രഷ് ആവുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അത് ഇപ്പോൾ ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു. ഇനിയല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും മറ്റുള്ള വിശ്വാസത്തിലുള്ളവർ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. ഇനി ക്രിസ്ത്യൻസ് മെഴുകുതിരി കൊളുത്തിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല, നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുക. അല്ല മുസ്ലിംസ് നിങ്ങൾ നിസ്കരിക്കാറൊക്കെ ഉണ്ടല്ലോ രാവിലേക്ക്, അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മളൊരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ദിവസം ഫുള്ള് നമ്മളെ പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുവരും. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, എനിക്ക് ഒരുപാട് മനസ്സിന് സമാധാനം തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഇതുപോലെ അത്യാവശ്യം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്. കീർത്തനങ്ങളും സ്തുതികളും അതുപോലെ മന്ത്രങ്ങളും ഒക്കെ ഞാൻ ചൊല്ലാറുണ്ട്. പക്ഷേ അതെനിക്ക് ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലിരുന്ന സമയത്തും എന്നെ ഇത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ പോസിറ്റിവിറ്റിയിലോട്ട് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നമുക്ക് വെളിയിലിറങ്ങിയിട്ട് നിങ്ങൾ ഒന്ന് പറ്റുമെങ്കിൽ മുറ്റത്ത് ചെരുപ്പില്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കി നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് നന്ദി പറയുക. നിങ്ങൾക്ക് നിലവിലുള്ള സൗഭാഗ്യങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ, ഈശ്വരനെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറയുക. നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ കിച്ചണിലേക്ക്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ നേരെ അത്യാവശ്യം രാവിലെയുള്ള നമ്മൾ റുട്ടീൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്കല്ലേ പോകുന്നത്. നമ്മൾ ഈ കുളിച്ച് ഫ്രഷായ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ്രേഷനാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് പോലും ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നിങ്ങൾ കിച്ചണിൽ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു
കർപ്പൂരമോ അല്ലെങ്കിൽ ഒരു അഗർബത്തിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് വയ്ക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസും എല്ലാം കൂടി നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടദൈവത്തിനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊന്ന് കയറി നോക്കി. എന്തൊരു പോസിറ്റീവ് വൈബാണെന്നറിയോ നമുക്ക് കിട്ടുന്നത്. ഞാൻ എന്നും നിരന്തരം ഞാനിത് ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ടാണ് എനിക്ക് പോസിറ്റിവിറ്റിയിലോട്ട് വരാനും എൻ്റെ മൈൻഡ് പവറിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനും ആ മൈൻഡ് പവർ ഉപയോഗിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റൊട്ടീൻസൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം ഒക്കെ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് കുറച്ച് ദിവസമൊക്കെ അലാറം വെച്ച് എഴുന്നേൽക്കുക. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അലാറം ഒന്നും വയ്ക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഉണരും നമ്മൾ ഉറപ്പായിട്ടും. എന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും, അങ്ങ് ചെയ്തു പോകും. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ളവർ എസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇതൊക്കെ ചെയ്യുന്നവർക്കല്ല കേട്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുന്നവരുടെ കാര്യമല്ല. ചെയ്യുന്നവർ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലോ എന്ന്. പക്ഷേ ഞാൻ നേരത്തെ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇത് ചെയ്ത ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞ് റുട്ടീൻസും ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.